ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഒരു ഭൂപടം കാണിച്ചിട്ടുണ്ട്. ഭൂപടത്തിൽ എന്താണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്? നദികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ നദികളാണ്? സിന്ധു കാണിച്ചിട്ടുണ്ട്, ജലം കാണിച്ചിട്ടുണ്ട്, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഒഴുകുന്ന നദികളാണ് ഇവ ഇത്രയും. അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദികളാണ് ഈ 5 ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. ഓക്കെ, പിന്നെന്താണ് സപ്തസിന്ധു പ്രദേശം എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അത് സിന്ധുവും അതിൻ്റെ 5 പോഷക നദികളായ ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളും പിന്നീട് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുള്ള സരസ്വതിയും ചേർന്ന ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ നദീതടമാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ നദീതടമാണ് എന്ത്? സപ്തസിന്ധു പ്രദേശം. ആര്യന്മാർ കുടിയേറി താമസമുറപ്പിച്ചത് ഈ പ്രദേശത്തായിരുന്നു. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഈ ഒരു ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കി വെക്കണേ. ശരി, നമ്മൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ള നദികൾ കണ്ടു. ഏതായിരുന്നു? സിന്ധുവും അതിൻ്റെ പോഷക നദികളുമായിരുന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്, ഹരപ്പൻ സംസ്കാരം വളർന്നു വന്നത് എവിടെയാണ്? സിന്ധു നദീതടങ്ങളിലായിരുന്നു അല്ലേ? ഇനി നോക്കിക്കേ, ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ പ്രദേശത്ത് കുടിയേറി. ആരാണ്? ആര്യന്മാർ. വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. ആരെക്കുറിച്ചാണ്? ആര്യന്മാരെ കുറിച്ച്. നോക്കിക്കേ, വേദഭാഷ സംസ്കൃതമായിരുന്നു. വേദഭാഷ ഏതായിരുന്നു? സംസ്കൃതമായിരുന്നു. വേദങ്ങൾ എങ്ങനെയാണ് പ്രചരിച്ചതെന്ന് നോക്കിക്കേ, വാമൊഴിയായിട്ടാണ് ആദ്യകാലങ്ങളിൽ വേദങ്ങൾ പ്രചരിച്ചത്. മനുഷ്യൻ പറഞ്ഞ് അവരുടെ വായിലൂടെ തന്നെയാണ് ഇത് പ്രചരിച്ചത്, അല്ലാതെ എഴുതി വെച്ചോ ഒന്നുമല്ല. വാമൊഴിയായിട്ടാണ് പ്രചരിച്ചത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം എങ്ങനെ അറിയപ്പെട്ടത്? വേദകാലം എന്നാണ് അറിയപ്പെട്ടത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം എങ്ങനെ അറിയപ്പെട്ടത്? വേദകാലം എന്നാണ് അറിയപ്പെട്ടത്. ഇത് നോക്കിയേ, വേദകാലത്തെക്കുറിച്ച് വിവരിക്കുന്ന ചാർട്ട് ഇവിടെ കാണിച്ചേക്കുന്നേ. വേദകാലം ഏത് കാലഘട്ടം നോക്കിക്കേ? 1500 BC തൊട്ട് BC 600 BC വരെയാണ് എന്ത്? വേദകാലഘട്ടം എന്ന് പറയുന്നത്. വേദകാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഋഗ്വേദകാലമെന്നും പിൽക്കാല വേദകാലമെന്നും. അപ്പോൾ അതിൻ്റെ കാലഘട്ടം നോക്കിക്ക്, 1500 to 1000 BC ആണ് ഋഗ്വേദകാലം. പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് 1000 to 600 BC ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദകാലം. ആദ്യം രചിച്ച വേദം ഏതാണ്? ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലമാണ് ഋഗ്വേദകാലം. ഓക്കെ, ഇനി നോക്കിക്കേ, പിൽക്കാല വേദകാലത്തെക്കുറിച്ച് പറയുന്നത് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലമാണ് പിൽക്കാല വേദകാലം എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിക്കുന്ന ജീവിതം നിലനിന്ന കാലമാണ് പിൽക്കാല വേദകാലം എന്ന് അറിയപ്പെടുന്നത്. BC 1000 തൊട്ട് 600 BC വരെയാണ് ഇതിൻ്റെ കാലഘട്ടം. ഓക്കെ, കാലികൾ സമ്പത്തായപ്പോൾ. ഋഗ്വേദകാലത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചരിത്രകാരനായ A.L. ബാഷാം പറയുന്നത് ശ്രദ്ധിക്കൂ. കർഷകർ പ്രാർത്ഥിച്ചത് കാലികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കാം കന്നുകാലികൾക്ക് ഇത്ര പ്രാധാന്യം ലഭിച്ചത്? നോക്കിക്കേ, ഋഗ്വേദകാലത്തെ സമ്പത്ത് എന്തായിരുന്നു? കന്നുകാലികളായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് എന്തായിരുന്നു? കന്നുകാലി വളർത്തലായിരുന്നു. അതോടൊപ്പം കൃഷിയും ചെയ്തിരുന്നു. പ്രധാന വിള ഏതായിരുന്നു? ബാർലി ആയിരുന്നു പ്രധാന വിള. കന്നുകാലികളെ മേച്ച് നടന്ന ആര്യന്മാരുടെ കൂട്ടം എങ്ങനെ അറിയപ്പെട്ടത്? ഗോത്രം എന്നാണ് അറിയപ്പെട്ടത്. കാലികളെ മേച്ച് നടന്ന ആര്യന്മാരുടെ കൂട്ടം എങ്ങനെ അറിയപ്പെട്ടത്? ഗോത്രം എന്ന് അറിയപ്പെട്ടു. ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ എങ്ങനെ അറിയപ്പെട്ടത്? രാജൻ എന്ന് അറിയപ്പെട്ടു. കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്നു. ഗോത്രങ്ങൾ തമ്മിലും ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവരും തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു. കുതിരകളും ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ആയുധങ്ങളും ആര്യന്മാർക്കുണ്ടായിരുന്നു. അവരുടെ സഹായത്താൽ ആര്യന്മാരല്ലാത്തവരെ അവർ കീഴടക്കി. കീഴടക്കപ്പെട്ടവർ എങ്ങനെ അറിയപ്പെട്ടെന്ന് നോക്കിക്കേ, ദാസന്മാരെന്നും ദസ്യൂക്കളെന്നും അറിയപ്പെട്ടു.
കീഴടക്കപ്പെട്ടവർ എങ്ങനെ അറിയപ്പെട്ടത്? ദാസന്മാരെന്നും ദസ്യുക്കളെന്നും അറിയപ്പെട്ടു. അവരുടെ കന്നുകാലികളെ ആര്യന്മാർ കൈക്കലാക്കി. ഋഗ്വേദ കാലത്ത് ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി ഉഷസ് തുടങ്ങിയ ദേവതമാരെയും ആരാധിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാരനിറമായിരുന്നു. നോക്കിക്കേ, ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ചാരനിറമുള്ള മൺപാത്രം. ചിത്രത്തിൽ കാണുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന മൺപാത്രത്തിൽ ഒന്നിന്റെ ശേഷിപ്പാണ്. ഗംഗാ സമതലത്തിലേക്ക് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം എങ്ങനെ അറിയപ്പെട്ടത്? പിൽക്കാല വേദകാലം എന്നാണ് അറിയപ്പെട്ടത്. ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേച്ച് നടന്ന ആര്യന്മാർ പിൽക്കാല വേദകാലഘട്ടമായപ്പോഴേക്കും ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നു. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം. ഗോത്രങ്ങൾ തമ്മിൽ കലഹങ്ങളും പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവവും ജനസംഖ്യാ വർധനവും ഗംഗാ സമതലത്തിൽ ആര്യന്മാർ എത്തിച്ചേരുന്നതിന് കാരണമായി. ഗംഗാ സമതലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വൻമരങ്ങൾ നിറഞ്ഞ കാടുകളാണ്, ഫലഭൂയിഷ്ഠമായ എക്കൽമണ്ണുണ്ട്, സമൃദ്ധമായ മഴയുണ്ട്. ഗംഗാ സമതലത്തിലേക്ക് വരുമ്പോൾ ആര്യന്മാരുടെ കൈവശമുള്ള ആയുധങ്ങൾ ഏത് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു? ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് ഗംഗാ സമതലത്തിൽ മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും പ്രയാസമായിരുന്നു. അതിനാൽ അവർ കാടിന് തീയിട്ടാണ് മുന്നേറിയത്. പക്ഷേ മരങ്ങളുടെ കുറ്റികൾ അവർക്ക് വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കി. മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും കാഠിന്യമേറിയ ലോഹം കൊണ്ട് നിർമ്മിച്ച പണിയായുധങ്ങൾ ആവശ്യമായിരുന്നു. ഇത് ഇരുമ്പിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ചു. അപ്പോൾ ഗംഗാ സമതലത്തിൽ താമസിക്കുമ്പോഴാണ് അവര് ഇരുമ്പ് കണ്ടെത്തുന്നത്. ഗംഗാ സമതലം വൻതോതിൽ ഇരുമ്പിന്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കി. കാടുകൾ വെട്ടിത്തെളിച്ചു. കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴുതു. കൃഷി മുഖ്യ തൊഴിലായി മാറി. ഇരുമ്പ് ഉപയോഗിച്ച ഈ കാലഘട്ടം ഇരുമ്പ് യുഗം എന്നറിയപ്പെട്ടു. ഓക്കെ, കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? സ്ഥിരവാസം ആരംഭിച്ചു. കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. പിൽക്കാല വേദകാലത്ത് ജനങ്ങൾ ഉപയോഗിച്ച മൺപാത്രങ്ങൾ ചായം തേച്ച ചാരനിറ പാത്രങ്ങൾ, പെയിന്റഡ് ഗ്രേ വെയർ എന്ന് അറിയപ്പെട്ടു. നോക്കിയേ, ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ചായം തേച്ച ചാരനിറ പാത്രങ്ങളുടെ ഭാഗങ്ങൾ. അവയിൽ ചിലതിന്റെ ശേഷിപ്പുകളാണ് ചിത്രത്തിൽ കാണുന്നത്. ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചതോടെ അവരുടെ ജീവിതക്രമത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. സമൂഹത്തിൽ നിലനിന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ഏതൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള ഈ വിഭജനം ചാതുർവർണ്ണ്യം എന്ന് അറിയപ്പെട്ടു. നമ്മൾ കണ്ടായിരുന്നു ഋഗ്വേദ കാലത്ത് ജനങ്ങള് ഏതൊക്കെ ദേവന്മാരെയുമാണ് ആരാധിച്ചത്? വരുണൻ, അഗ്നി, ഇന്ദ്രൻ എന്നീ ദേവന്മാരെയും അതിഥി ഉഷസ് എന്നീ ദേവതമാരെയുമാണ് ആരാധിച്ചിരുന്നത് അല്ലേ? പിൽക്കാല വേദകാലത്ത് ഈ ആരാധനാ രീതിയുടെ പ്രാധാന്യം കുറഞ്ഞു. പകരം യാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ആരാധനാരീതി വ്യാപകമായി. എങ്ങനെയാണ്? യാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ആരാധന രീതിയാണ് പിന്നീട് വരുന്നത്. കാലികളെ ബലിയർപ്പിക്കുന്നവയായിരുന്നു മിക്ക യാഗങ്ങളും. കാലികൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം നൽകിയിരുന്നവർ പിന്നീട് എന്ത് ചെയ്യുകയാണ്? കാലികളെ ബലിയർപ്പിക്കുകയാണ് ചെയ്തത്. നോക്കിയേ, ഋഗ്വേദ കാലത്തെയും പിൽക്കാല വേദകാലത്തെയും ചില പ്രത്യേകതകൾ ചുവടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. പ്രത്യേകതകൾ നോക്കിക്കേ. കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചിരുന്നു. അത് ഏത് കാലഘട്ടത്തിലാണ്? പിൽക്കാല വേദകാലഘട്ടത്തിലാണ് അങ്ങനെ ചെയ്തത്. യാഗങ്ങൾ വ്യാപകമായി. എപ്പോഴാണ്? പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു. അതും എപ്പോഴാണ്? പിൽക്കാല വേദകാലത്തിലാണ്. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? കാലി വളർത്തലായിരുന്നു മുഖ്യ തൊഴിൽ. അത് ഋഗ്വേദ കാലത്തിലാണ്. ഇനിയും എന്താണ്? സ്ഥിരവാസം ഉറപ്പിച്ചു. സ്ഥിരവാസം ഉറപ്പിച്ചത് പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. ഇനിയും ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരെ ആരാധിച്ചു. അത് ഋഗ്വേദ കാലത്താണ്. ഓക്കെ,
ചായം തേച്ച ചാര നിറപാത്രങ്ങൾ ഉപയോഗിച്ചു. അത് പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. ഓക്കെ, നോക്കിക്കേ, കല്ലുകൾ കഥ പറയുന്നു. ഇരുമ്പുയുഗ കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെട്ടിരുന്ന തമിഴകത്തെ ജനജീവിതം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. പ്രാചീന കാലത്തെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് തമിഴകം എന്ന് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കാലത്തെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് തമിഴകം എന്നറിയപ്പെട്ടിരുന്നത്. നോക്കിക്കേ, നാട്ടുകല്ല്, കുടക്കല്ല് എന്താണിവ നോക്കാം. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകളാണ് ചിത്രത്തിലുള്ളത്. വിവിധ രൂപത്തിലാണവ കാണപ്പെടുന്നത്. ഇവയെ മഹാശിലകളെന്ന് വിളിക്കുന്നു. മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ നിന്നും അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങൾ, വിവിധ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യാവശിഷ്ടങ്ങൾ തുടങ്ങിയ ധാരാളം വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഹാശിലകൾ അക്കാലത്തെക്കുറിച്ച് വിവരങ്ങൾ തരുന്ന തെളിവുകളാണ്. ഈ കാലം എങ്ങനെ അറിയപ്പെട്ടത്? മഹാശിലാ സംസ്കാര കാലമെന്ന് അറിയപ്പെട്ടു. മഹാശിലാ സംസ്കാര കാലമെന്ന് അറിയപ്പെട്ടു. നോക്കിക്കേ, ഈ ചിത്രത്തില് മഹാശില സംസ്കാര കാലഘട്ടത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് കാണിച്ചേക്കുന്നത്. ഇതെല്ലാം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയവയായിരുന്നു. മഹാശില സംസ്കാര കാലഘട്ടത്തിലെ ഇരുമ്പ് ഉപകരണങ്ങളാണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, ശൂലം പോലെയൊക്കെ ഉണ്ടല്ലേ, കണ്ടോ, അരിവാള് പോലെയും പിക്കാസ് പോലെയൊക്കെ ഇരിക്കുന്നു, കണ്ടോ. ഒരുപാട് ഉപകരണങ്ങളുണ്ട്, കണ്ടോ. ഓക്കെ, പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നു. പഴന്തമിഴ് പാട്ടുകൾ സംഘം കൃതികളെന്നും അറിയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇവയെ സംഘം കൃതികളെന്ന് വിളിക്കുന്നത്? മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു. മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു. ഇത് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടു. പത്തുപാട്ട്, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ്. പത്തുപാട്ട്, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ എന്നീ രാജവംശങ്ങളായിരുന്നു. പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ എന്നീ രാജവംശങ്ങളായിരുന്നു. ഇവർ മൂവേന്തന്മാർ എന്ന് അറിയപ്പെട്ടു. മൂവേന്തന്മാർ. ഓക്കെ, നോക്കിക്കേ, ഈ ഭൂപടത്തില് ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ എന്നിവർ ഭരണം നടത്തിയ പ്രദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരിക്കുന്ന രാജവംശം ഏതാണ്? ചേരന്മാരാണ് അല്ലേ. സംഘകാല ദക്ഷിണേന്ത്യ, കണ്ടോ, ഇത്രയും ഏരിയയിലാണ് അവര് ഭരണം നടത്തിയിരുന്നത്. ഓക്കെ, പഴന്തമിഴ് പാട്ടിലൂടെ സംഘം കൃതികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായി അറിയപ്പെട്ടിരുന്നു. ഇവ തിണകളെന്ന് അറിയപ്പെട്ടു. അപ്പോൾ സംഘം കൃതികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായിട്ടാണ് അറിയപ്പെട്ടത്. എങ്ങനെയാണ്? 5 ഭൂവിഭാഗങ്ങൾ. അത് ഏതൊക്കെയായിരുന്നു നോക്കിക്കേ. കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. അപ്പോൾ ഇവ തിണകൾ എന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ ഈ 5 ഭൂവിഭാഗങ്ങളെ എങ്ങനെയാണ് വിളിക്കപ്പെട്ടത്? തിണകൾ എന്നാണ് വിളിക്കപ്പെട്ടത്. ഓക്കെ, തിണകൾക്ക് അതിൻ്റെതായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. നോക്കിക്കേ, തിണകള് കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. കുറിഞ്ചി ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ ഏതൊക്കെയാണ്? മലകൾ, മലയോരങ്ങൾ. മുല്ല, കാട്, പുൽമേട്. പാല, വരണ്ട പ്രദേശമാണ്. മരുതം, വയലാണ്. നെയ്തൽ, തീരപ്രദേശമാണ്. കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലപ്പേരുകൾ കേട്ടിട്ടുണ്ടോ? ഈ പേരുകൾ തിണകളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്.
അപ്പോൾ കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് എന്നീ സ്ഥലപ്പേരുകൾ തിണകളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. ഓക്കെ. കുറിഞ്ചി പ്രദേശങ്ങളിൽ നിന്ന് കുരുമുളക് ധാരാളമായി കൃഷി ചെയ്തിരുന്നു. കുരുമുളക് തേടി വിദേശികൾ തെക്കേ ഇന്ത്യയിലെ കടൽക്കരയിലുള്ള പട്ടണങ്ങളിൽ എത്തിയിരുന്നു. ഈ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ അന്നത്തെ പ്രധാന കൃതികളിൽ പരാമർശിച്ചിരുന്നു. ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്. ഏതാണ്? സംഘകാല കൃതിയായ പുറനാനൂറിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. അപ്രകാരം കൂട്ടിയിട്ടിരിക്കുന്ന മുളക് ചാക്കുകൾ ശബ്ദായമാനമായ കരയിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയാതെ വിഷമിക്കും കാണുന്ന ആളുകൾ കപ്പലുകൾ കൊണ്ടുവന്ന സ്വർണം തോണികൾ വഴി കരയിലെത്തുന്നു. മലയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും കരയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും ചേർത്ത് അത്തികൾക്ക് കൊടുക്കുന്നു. ഈ പാട്ടിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? തിണകളിലെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. പ്രതിഫലമായി ധാരാളം സ്വർണം ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്നവരുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കുരുമുളകിന് പുറമെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എത്തിയിരുന്നു. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.